ഹായ് ഹലോ, ഈ കാണുന്ന എൻ്റെ കറ്റാർ വാഴ ചെടിയാണ്. അപ്പോൾ ഞാൻ ഒരു ഗ്രോ ബാഗിനുള്ളിലാണ് നമ്മുടെ കറ്റാർ വാഴ പ്ലാന്റ് നട്ടിട്ടുള്ളത്. അപ്പോൾ അതെന്താ ഒരു ഗ്രോ ബാഗിനുള്ളിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് ചെറിയ തൈകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മസ്റ്റായിട്ട് നമ്മളൊരു വീട്ടിൽ നട്ട് വളർത്തേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളൊരു പ്ലാന്റാണിത്. അപ്പോൾ ഈ കാണുന്ന ഒരു മെയിൻ സ്റ്റെമ്മിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് 3 തൈകൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ തൈകളെ നമ്മൾ ഇളക്കി വെച്ചിട്ടാണ് നമ്മൾ പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. കറ്റാർ വാഴയ്ക്ക് നമുക്ക് നിലത്ത് വേണമെങ്കിലും ഗ്രോ ബാഗിനുള്ളിലും ചട്ടിയിലും ഒക്കെ നട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ്. അത്യാവശ്യം നന്നായിട്ട് സൺലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റാണ്. ഒരുപാട് വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് വളപ്രയോഗവും ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സിലും മറ്റും നമ്മൾ കറ്റാർ വാഴയുടെ ലീഫ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എണ്ണ കാച്ചാനും മറ്റും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ ആയി പോകുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ലീഫുകൾ പെട്ടെന്ന് ഡാമേജ് ആവാറുണ്ട്. അപ്പോൾ ഈ കറ്റാർ വാഴയുടെ ലീഫ് ചിലർക്ക് അലർജിക് ഇഷ്യൂസും മറ്റൊക്കെ ഉണ്ടാകാറുണ്ട്. മെയിൻ ആയിട്ടുള്ള റീസൺ ഇതിലുണ്ടാകുന്ന കറയാണ്. നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്ത് ഒന്ന് കുത്തി നിർത്തി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിലുള്ള ആ ഒരു കറ ഫുള്ളായിട്ട് പോവും. അതിനുശേഷം മാത്രം നമ്മൾ ഫേസിലും മറ്റൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവൂ.